വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം പൂർത്തിയായിരിക്കുകയാണ്. 1 മണിക്കൂർ 13 മിനിറ്റ് നീണ്ടുനിന്ന നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര വിമർശനങ്ങളൊന്നുമില്ലാതെയുള്ള ഒരു പ്രസംഗമാണ് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ 12 ദിവസത്തിനിടെ മാത്രം 7 രൂപയിലധികമാണ് നമ്മൾ എന്നും അടിക്കുന്ന പെട്രോളിനും ഡീസലിനും കേന്ദ്ര സർക്കാർ വില കൂട്ടി. എന്നിട്ടും കേരളത്തിലെ സതീശൻജിയുടെ സർക്കാരിന് പെട്രോൾ ഗ്യാസ് വില തോന്നുന്നത് പോലെ കൂട്ടുന്ന കേന്ദ്ര സർക്കാരിനെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വിമർശിക്കാൻ പേടിയ. വിദ്യാഭ്യാസം മുതൽ ആരോഗ്യം വരെ ആയിരക്കണക്കിന് കോടികളാണ് വിവിധ ഫണ്ടുകളിൽ കേരളത്തിന് കേന്ദ്ര സർക്കാർ തരാനുള്ളത്. പക്ഷേ ആ വിഷയത്തിലും കേന്ദ്രത്തെ വിമർശിക്കാൻ സതീശൻജിയുടെ സർക്കാരിന് പേടി. സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ പേര് തന്നെ വെട്ടി കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിച്ചിട്ട് ആ പദ്ധതി ഇനത്തിൽ കോടികൾ ഇപ്പോഴും കേന്ദ്രം കേരളത്തിന് തരാൻ ബാക്കിയുള്ളപ്പോൾ ഇത്രയും നാൾ ഗാന്ധിയെ വെട്ടിയെ എന്ന് നിലവിളിച്ച കോൺഗ്രസുകാരന്റെ മുഖ്യമന്ത്രിയായ സതീശന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്രത്തിന്റെ ഗാന്ധിക്കെതിരായ ഈ നീക്കത്തെ വിമർശിക്കാൻ പോലും പേടിയാണ്. പക്ഷേ ഈ സംഘിപ്പേടിയില്ലാത്ത ഒരു സർക്കാർ കേരളം ഭരിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായ ഗവർണറെ കൊണ്ട് തന്നെ കേന്ദ്ര വിമർശനം സഭയിൽ വായിപ്പിച്ചൊരു സർക്കാർ ഈ നാട്ടിൽ ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾ മറക്കരുത്. നയപ്രഖ്യാപന പ്രസംഗത്തിലെ കേന്ദ്രത്തിനെതിരായ വിമർശനം വായിച്ചു ഗവർണർ. സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് കേന്ദ്രം സഹായിച്ചില്ല എന്ന് ഗവർണർ. കേന്ദ്ര ബജറ്റിലും കേരളത്തെ അവഗണിച്ചുവെന്ന വിമർശനം. വിമർശിക്കേണ്ടതിനെ വിമർശിക്കണം, എതിർക്കേണ്ടതിനെ ശക്തമായി എതിർക്കണം, പ്രതിരോധിക്കേണ്ടതിനെ പ്രതിരോധിക്കുക തന്നെ വേണം. അങ്ങനെയാണ് കേരളം ഇത്രയും നാൾ ഇന്ത്യ മുഴുവൻ വ്യാപിച്ച വർഗീയ ഭ്രാന്തിനെ തടഞ്ഞു നിർത്തി ചെറുത്തു തോൽപ്പിച്ചത്. പക്ഷേ ദുഃഖത്തോടെ പറയട്ടെ, ആ നമ്മുടെ കേരളത്തെയാണ് വി.ഡി. സതീശൻ കൂട്ടരും സംഘികൾക്ക് മുമ്പിൽ അധികാരമൂട്ടി ഉറപ്പിക്കാൻ അടിയറവ് വച്ച്